നമസ്കാരം ചങ്ങായിമാരെ, മോൺസ്റ്റർ ഹണ്ടർ എന്ന സിനിമയുടെ കഥയുടെ 3ാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നായകനും നായികയും മോൺസ്റ്ററിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി അവർക്ക് വേണ്ടത് മോൺസ്റ്ററിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരൊരു വീപ്പക്കുറ്റി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ തെറ്റാലിയിൽ കല്ലൊക്കെ വെച്ചിട്ട് വിടൂലേ, അതുപോലെ ഈ വീപ്പക്കുറ്റി അവർ വലിച്ച് ആ മരുഭൂമിയിലേക്ക് എറിയുന്നു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നമ്മുടെ മോൺസ്റ്റർ ഭൂമിക്കടിയിലൂടെ തുരന്നു പോവുകയാണ്. എന്നിട്ട് വീപ്പക്കുറ്റി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പൂഴിയിൽ നിന്നും പുറത്തേക്ക് ചാടി വരുന്നു. ആ സമയത്ത് നമ്മുടെ നായകൻ നായിക എന്താ ചെയ്തതെന്നറിയോ? മോൺസ്റ്റർ ആ വീപ്പക്കുറ്റി ചെക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഇവർ മറ്റൊരു വഴിയിലൂടെ നായികയുടെ ജീപ്പിനടുത്തേക്ക് പോവുകയാണ്. കാരണം അതിൻ്റെ അകത്താണ് പല ആയുധങ്ങളും ഉള്ളത്. അതും കൂടി എടുത്തിട്ട് വേണം മോൺസ്റ്ററിനെ ആക്രമിക്കാൻ. പക്ഷെ ഇവർ ഓടുന്നത് നമ്മുടെ മോൺസ്റ്റർ കാണുന്നു. ഉടൻ തന്നെ അവരുടെ നേരെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. മോൺസ്റ്റർ അവരെ പിടിച്ചില്ല എന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷെ പെട്ടെന്ന് അവർ ഒരു പേടിയും ഇല്ലാത്തതുപോലെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മോൺസ്റ്ററും അവരുടെ തൊട്ടു പിന്നിലായിട്ട് ഉണ്ട്. അപ്പോൾ നായകൻ നായികയോട് വണ്ടിയിൽ നിന്നും സാധനമെടുക്കാൻ ആംഗ്യം കാണിച്ചിട്ട് മറ്റൊരു ദിശയിലേക്ക് ഓടിപ്പോകുന്നു. ഈ ശബ്ദം കേട്ട് മോൺസ്റ്റർ നായകന്റെ പിന്നാലെ ഓടുന്നു. നായികയാവട്ടെ അവളുടെ വണ്ടിയുടെ അടുത്തേക്കും പോകുന്നു. നായകൻ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് അവൻ്റെ ആ പ്രതിമകളിലെ അവൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞത് അത് വെച്ചിരുന്ന ബാഗ് താഴേക്ക് വീഴുന്നു. നായകൻ പെട്ടെന്ന് തന്നെ നിന്ന് അത് തിരിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് മോൺസ്റ്റർ വന്ന് അവനെ തട്ടിത്തെറിപ്പിക്കുന്നു. പക്ഷേ നായകൻ ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ പിടഞ്ഞെഴുന്നേറ്റ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഷം പുരട്ടിയ അമ്പ് എടുത്തിട്ട് മോൺസ്റ്ററുടെ കണ്ണ് ലക്ഷ്യമാക്കി എയ്യുന്നു. അമ്പ് നേരെ ചെന്ന് ആ മോൺസ്റ്ററുടെ കണ്ണിൽ തുളഞ്ഞു കയറുന്നു. ഇപ്പം ആ മോൺസ്റ്റർക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആ വിഷം കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. വേദന കൊണ്ട് പുളയുകയായിരുന്ന ആ മോൺസ്റ്റർ വാലുകൊണ്ട് നായകനിട്ട് ഒരൊറ്റയടി. നായകൻ തെറിച്ചു വീഴുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അടുത്തത് നായികയുടെ ടേണാണ്. അവൾ അവളുടെ വണ്ടിയിൽ നിന്ന് മെഷീൻ ഗണ്ണൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ മോൺസ്റ്ററിനെ നോക്കി ചറ വെടിയുതിർക്കുന്നു. അതോടെ മോൺസ്റ്റർ നായകനെ വിട്ടിട്ട് നായികയുടെ നേരെ തിരിഞ്ഞു. പക്ഷേ മോൺസ്റ്ററിന്റെ കണ്ണിൽ അമ്പ് കൊണ്ടതുകൊണ്ട് അതിന്റെ കാഴ്ച മങ്ങിയിരിക്കുകയാണ്. കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആ കണ്ണ് നിലത്ത് പൂഴിയിൽ ഒരച്ച് അത് കുറച്ച് ശരിയാക്കിയിട്ട് നായികയുടെ നേരെ വരികയാണ്. അപ്പോൾ നായിക കയ്യിലുണ്ടായിരുന്ന റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് അതിൻ്റെ മുഖത്തേക്ക് ടമാർ വെട്ടി പൊട്ടിക്കുന്നു. മോൺസ്റ്ററിന് അതൊന്നും ഒരു വിഷയമേ അല്ല. ഇന്നെന്താ വിഷു, ആരുടെ ഈ പടക്കം പൊട്ടിച്ചത് എന്നുള്ളൊരു ലൈനായിരുന്നു പുള്ളിക്കാരന്. അവൻ വീണ്ടും നായികയുടെ നേരെ പാഞ്ഞെടുക്കുന്നു. നായിക അപ്പം തന്നെ വേഗം അവളുടെ കാറിനുള്ളിലേക്ക് കയറി ഒളിക്കുന്നു. എന്ത് കാറ്! ഇനി എത്ര ബോംബ് വർഷിച്ചാലും ബാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി, അല്ല ഈ മോൺസ്റ്റർ എന്നൊരു മൈൻഡാണ് നമ്മുടെ മോൺസ്റ്ററിന്. പുള്ളിക്കാരൻ അത് അട്ടക്കം അടിച്ച് തെറിപ്പിച്ചിരിക്കുന്നു. പക്ഷെ നായികക്ക് കാര്യമായിട്ട് ഒന്നും അപകടം സംഭവിക്കുന്നില്ല. പക്ഷെ മോൺസ്റ്റർ അങ്ങനെയൊന്നും വെറുതെ വിടാൻ തയ്യാറല്ല. അവൻ വീണ്ടും നായികയുടെ നേരെ കുതിക്കുന്നു. മോൺസ്റ്റർ നായികയുടെ തൊട്ടടുത്തെത്തി. തീർന്നു, കഥ തീർന്നു എന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ നായകൻ ചാടി ഈ മോൺസ്റ്ററിന്റെ തലയിലേക്ക് കയറുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വലിയ വാള് മോൺസ്റ്ററിന്റെ 2 കൊമ്പുകൾക്ക് നടുവിലൂടെ കുത്തി താഴേക്ക് ഇറക്കുന്നു. കുറച്ചു ദൂരം ഇറക്കിയപ്പോഴേക്കും മോൺസ്റ്റർ തല കുടഞ്ഞ് നമ്മുടെ ഹീറോയെ തെറിപ്പിക്കുന്നു. ഹീറോ തെറിച്ചു പോയിട്ട് അവിടെ കിടക്കുന്ന ഒരു വണ്ടിയിലേക്ക് തലയിടിച്ച് ബോധം കെടുന്നു. ഇനി നായികയുടെ കയ്യിൽ മറ്റൊരു ഓപ്ഷനില്ല. ഒന്നുകിൽ ആ മോൺസ്റ്ററിനെ കൊല്ലണം, അല്ലെങ്കിൽ അതിൻ്റെ കൈകൊണ്ട് ചാവണം. തോറ്റു പിന്മാറാൻ നായിക തയ്യാറായിരുന്നില്ല. ഒട്ടും തന്നെ ചിന്തിച്ച് സമയം കളയാതെ അവൾ മോൺസ്റ്ററിന് നേരെ ഓടി. അവളുടെ കയ്യിൽ ഒരു ഗിയർ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് ഒരു അമ്പ് അതിനെ നേരെ എയ്ത് നായിക ജമ്പ് ചെയ്ത് നമ്മുടെ മോൺസ്റ്ററിന്റെ തലയിലേക്ക് എത്തുന്നു. നായകൻ പാതി കുത്തിയിറക്കിയ ആ വാളിലെ അത് നായിക വീണ്ടും താഴേക്ക് കുത്തിയിറക്കുന്നു. മോൺസ്റ്റർ വേദന കൊണ്ട് പുളയുകയാണ്. അവിടെയുള്ള പാറക്കെട്ടുകളിലൊക്കെ തലയിടിച്ച് ആ പാറക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മോൺസ്റ്റർ. അങ്ങനെ ഒടുവിൽ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ നായിക ആ വാള് പൂർണ്ണമായും കുത്തി അതിന്റെ തലയിലേക്ക് ഇറക്കുന്നു. മോൺസ്റ്റർ അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു. അതിനുശേഷം നായകന്റെ അടുത്തേക്ക് പോകുന്നു. നായകന് അപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. നായിക എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൺസ്റ്ററുടെ തൊലി പതിയെ ഇളക്കി നായകനെ അതിനുള്ളിൽ കിടത്തി വലിച്ചു കൊണ്ടുപോകുന്നു. അവിടെ കൊടുങ്കാറ്റും നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം നായിക ചെയ്തത് അവളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അതൊരു ടെന്റ് പോലെ ആക്കിയതിനു ശേഷം നായകനെ അതിനുള്ളിൽ കിടത്തി അവളുടെ കയ്യിലുണ്ടായിരുന്ന CPR കിറ്റ് ഉപയോഗിച്ച് അവന്റെ നെഞ്ചിലേക്ക് അത് കുത്തിയിറക്കി നായകനെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത ദിവസം രാവിലെ നായിക ആ ബാഗ് തുറന്ന് നായകന് ജീവനുണ്ടോ എന്ന് നോക്കുന്നു. പെട്ടെന്നൊരു പ്രേതത്തിനെ പോലെ അവൻ എഴുന്നേറ്റ് വരുന്നു. അതിനുശേഷം അവൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ വയറൊക്കെ അവൻ വലിച്ചു വരുന്നു. അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ മുന്നോട്ടേക്ക് നടക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ആ കൊടുങ്കാറ്റിന് നടുവിലുള്ള ഒരു ടവറിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു.
അങ്ങനെ അവർ ആ മണൽ തീരത്ത് നിന്നും ഒരു ചെറിയ കാട് പോലുള്ള സ്ഥലത്തേക്ക് വരുന്നു. അവിടെയാണെങ്കിൽ ഒരു തടാകമുണ്ട്. അതിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് നായിക പോകുമ്പോൾ ചിറകുള്ളൊരു സ്രാവ് ചാടി അവളെ ആക്രമിക്കാൻ വരുന്നു. നായകൻ ഒറ്റ വെട്ടിന് അതിൻ്റെ 2 തുണ്ടമാക്കുന്നു. എന്നിട്ട് നായികയോട് പറയുന്നു, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ഞാൻ നിന്റെ ജീവനും രക്ഷിച്ചു എന്ന്. അതിനുശേഷം ചത്തുപോയ ആ മീനിനെ അവർ കുക്ക് ചെയ്ത് ഭക്ഷിക്കുന്നു. കുറേ നാളായിട്ട് ഭക്ഷണം കഴിക്കാത്ത നായികയ്ക്ക് അത് വലിയ അമൃത് പോലെയാണ് തോന്നിയത്. അവളത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഓരോന്ന് തമാശ പറഞ്ഞുമൊക്കെ ഇരിക്കുകയാണ്. രാത്രിയായി. ഹീറോ വീണ്ടും പഴയതുപോലെ പൂജ ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു ഭൂമികുലുക്കം പോലെ എന്തോ അനുഭവപ്പെടുന്നു. എന്തോന്നിടെ ഇത് വീണ്ടും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ കാട് മുഴുവൻ കത്തിയെരിയുകയാണ്. ഏതോ ഒരു ജീവി ആ കാടിന് തീയിട്ടിരിക്കുകയാണ്. ഒരുപാട് ദിനോസറുകളൊക്കെ ഇവരിയ്ക്കുന്ന ഭാഗത്തേക്ക് ഓടി വരികയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ 2 പേരും അവിടെ നിന്ന് കുതറി ഓടുന്നു. ഓടുന്നതിനിടയിൽ നായിക അടിതെറ്റി വീഴുന്നു. ദിനോസറുകളൊക്കെ അവളുടെ മേലെ ചവിട്ടും, അവളെ ചതഞ്ഞരയും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴേക്കും ആദ്യം കണ്ട ആ സംഘത്തിൻ്റെ തലവനില്ലേ, നമ്മുടെ നായകൻ്റെയൊക്കെ കപ്പിത്താൻ, അയാൾ കയ്യിലൊരു തീ കത്തുന്ന വാളുമായിട്ട് ചാടി വീഴുന്നു. എന്നിട്ട് ഓടി വരുന്ന ദിനോസറുകളെയൊക്കെ ഭയപ്പെടുത്തി ദിശ മാറ്റുന്നു. നമ്മുടെ നായകനാവട്ടെ മറ്റൊരു സ്ഥലത്തു കൂടി ഓടുകയാണ്. പക്ഷെ അവൻ ചെന്നെത്തുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നായകൻ കുഴങ്ങി. തൊട്ടു പിന്നാലെയായിട്ട് ദിനോസറുകളൊക്കെ ഓടി വരുന്നുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം പെട്ടെന്ന് നായകന്റെ സംഘത്തിലെ ഒരു പെണ്ണ് ഒരു കയറിൽ തൂങ്ങി പറന്നു വന്ന് നായകനെ പിടിച്ച് ഉയർത്തുന്നു. അവർ ഈ ദിനോസറിൻ്റെയൊക്കെ മുകളിലൂടെ ത്രെഡ് മില്ലിൽ ഓടുന്നത് പോലെ പിന്നിലേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും വേറെ 2 പേരും കൂടി വന്നിട്ട് ഇവരെ സഹായിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നായികയും ആ കപ്പിത്താനും കൂടിയിട്ട് അവരവരുടെ വാളുകൾ ഉപയോഗിച്ച് ദിനോസറുകളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നായികയും സേഫ് ആവുന്നു. അതിനുശേഷം നായിക ആ കപ്പിത്താനോട് നന്ദി പറയുന്നു. അയാളും ഇംഗ്ലീഷിൽ തന്നെ നായികയോട് മറുപടി പറയുന്നു. ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ എന്താ ചെയ്യുക, ഇനി ഒരുപാട് സഹായങ്ങൾ ലഭിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് നായികയുടെ മുഖത്തേക്ക് ഒരൊറ്റ കുത്ത്. അതോടെ നായിക ടമാർ ബോധം കെട്ട് വീഴുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നായികയെ ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുന്നതാണ്. അവർ ആ ഹണ്ടേഴ്സിൻ്റെ സ്ഥലത്താണ് ഉള്ളത്. അവളുടെ കൂടിന് പുറത്ത് 2 ഹണ്ടേഴ്സ് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവക്കൊട്ട് മനസ്സിലാവുന്നില്ല. ഇവളെ കളിയാക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോഴേക്കും നായകനും അവിടേക്ക് വരുന്നു. പക്ഷേ അവളെ സഹായിക്കുന്നൊന്നുമില്ല. അവളെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. എല്ലാവരും പോയതിന് ശേഷം നായിക ആ പൂട്ട് തല്ലി പൊട്ടിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടുന്നു. മറ്റൊരു റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ മുഴുവൻ കത്തി തൂങ്ങിക്കിടക്കുകയാണ്. അവൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഒറ്റക്കണ്ണൻ പൂച്ച ഒരു കത്തി എടുത്തിട്ട് അവളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു. അപ്പോഴേക്കും നായകൻ അവിടെ എത്തും. നായികയും കൂട്ടിയിട്ട് പോകും. ആ പൂച്ച ഒരു വാറിയറൊന്നുമല്ല കേട്ടോ, അത് അവിടുത്തെ ദഹനക്കാരനാണ്. എന്ന് വെച്ചാൽ കുക്ക് അപ്പോൾ പുള്ളിക്കാരനത് യുദ്ധം ചെയ്യുന്ന പോലെയാണ് അവിടെ പാചകം ചെയ്യുന്നത്. നല്ല രസമാണ് അത് കാണാൻ കേട്ടോ. അതിനുശേഷം നായിക ആ ഹണ്ടേഴ്സ് സംഘത്തിൻ്റെ തലവനെ കാണുന്നു. ബന്ദിയാക്കിയതിന് അയാൾ നായികയോട് ക്ഷമ ചോദിക്കും. തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും അയാൾ പറയുന്നു. അതിനുശേഷം നായിക ഈ 2 ലോകങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ആരാണ് ഈ മോൺസ്റ്റേഴ്സൊക്കെ എന്നും നായിക അയാളോട് ചോദിക്കുന്നു. അയാൾ പറയും, ഇത് അവരുടെ പൂർവികർ ഉണ്ടാക്കിയ ഒരു ആകാശ സ്തൂപമുണ്ട്, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും ഈ മോൺസ്റ്റേഴ്സൊക്കെ അതിൻ്റെ കാവൽക്കാരാണ്, നമ്മുടെ പൂർവികരാണ് ഇതുപോലുള്ള മോൺസ്റ്റേഴ്സിനെ അത് കാക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതും. ആ ആകാശഗോപുരമാണ് 2 ലോകങ്ങളുടെയും വാതിൽ. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തിലേക്കും തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷേ അവിടെ ഏറ്റവും വലിയ വിലങ്ങുതടി എന്നുള്ളത് മറ്റൊരു വലിയ മോൺസ്റ്ററാണ്. റാത്തലോസ് എന്നാണ് ആ മോൺസ്റ്ററിൻ്റെ പേര്. അതിനെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ ആകാശ സ്തംഭത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നേതാവ് അവളോട് പറയുന്നു. റാത്തലോസിനെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തേക്ക് പോകാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളും ചെയ്യാം, പക്ഷേ നിങ്ങൾ റാത്തലോസിനെ കൊല്ലാൻ ഞങ്ങളോട് സഹായിക്കണം എന്ന് ക്യാപ്റ്റൻ അവളോട് പറയുന്നു. അങ്ങനെ നായകനും നായികയും ആ സംഘത്തലവനും പിന്നെ ആ സംഘത്തിലെ കുറച്ചു പേരും ചേർന്നിട്ട് ആ ആകാശ ഗോപുരത്തിനടുത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ദേഹണക്കാരൻ ഒറ്റക്കണ്ണൻ പൂച്ച നായികയെ നോക്കി ഒരു ഉമ്മ കൊടുക്കുന്നു. നായികയും ചിരിച്ചുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് അവർ ആ ആകാശ ഗോപുരത്തിനടുത്തെത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും റാത്തലോസ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ റാത്തലോസ് എന്ന് പറയുന്നത് തീ തുപ്പുന്ന ഒരു ഡ്രാഗണാണ്. വളരെ ഭീമാകാരനായ ഒരു ഡ്രാഗൺ. സംഘത്തലവൻ അവരോട് എല്ലാവരോടുമായിട്ട് പറയും, റാത്തലോസ് ഏറ്റവും ദുർബലനാകുന്നത് അത് തീ തുപ്പുന്ന ആ ഒരവസ്ഥയിലായിരിക്കും. ആ സമയത്ത് അതിനെ ആക്രമിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അതിനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുമെന്നും ക്യാപ്റ്റൻ അവരോട് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് റാത്തലോസിനെ
ആക്രമിക്കുകയാണ്. വളരെ വിദഗ്ധമായിട്ട് അവർ റാത്തലോസിനെ ആക്രമിക്കുന്നു. പക്ഷേ ഇവരിൽ നിന്നെല്ലാം റാത്തലോസ് രക്ഷപ്പെടുന്നുണ്ട്. അത് തിരിച്ച് ഇവരുടെ സംഘത്തിലുള്ളവരെ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഭൂമിയിലേക്കുള്ള ആ വാതിൽ തുറക്കപ്പെടുന്നു. റാത്തലോസിനെ ആക്രമിക്കുന്നതിനിടയിൽ നായിക വന്ന് പതിക്കുന്നത് ആ വാതിലിനുള്ളിലൂടെയാണ്. അവൾ അതിലൂടെ താഴേക്ക് പതിക്കുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഭൂമിയിൽ എത്തിയിരിക്കുന്നു. നായികയെയും സംഘത്തെയും അന്വേഷിച്ച ആർമി സംഘം അവിടെ എത്തിച്ചേരുന്നു. അവർ നായികയെയും എടുത്ത് ഒരു ഹെലികോപ്റ്ററിൽ അവരുടെ ആസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഹെലികോപ്റ്ററിന്റെ മുൻപിലായിട്ട് വലിയ കൊടുങ്കാറ്റും ഇടിവെട്ടുമൊക്കെ ഉണ്ടാകുന്നു. അതിലൂടെ റാത്തലോസ് ഭൂമിയിലേക്ക് വരുന്നു. ആ ചോപ്പർ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാരെ അത് അതിനുള്ളിൽ വെച്ച് തന്നെ കുത്തി കൊലപ്പെടുത്തുന്നു. ചോപ്പർ അവിടെ നിന്ന് തന്നെ ആക്രമിച്ച് വലിച്ചെറിയുന്നു. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രം നായികയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവൾക്ക് ആ ആകാശഗോപുരത്തെ പറ്റിയും റാത്തലോസിനെ പറ്റിയൊക്കെ ആ കപ്പിത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. റാത്തലോസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് അത് തീ തുപ്പുന്ന അവസ്ഥയിൽ അതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് എന്നുള്ള കാര്യവും നായിക ഓർത്തുകൊണ്ടേയിരിക്കുന്നു. റാത്തലോസ് ഈ സമയത്ത് അവിടേക്ക് വരുന്ന എല്ലാ പട്ടാളക്കാരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്കർ, പീരങ്കി എന്താണെന്നും നോക്കാതെ എല്ലാം കടിച്ച് പറിച്ച് എടുത്ത് തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ തന്നെ വിട്ടുകഴിഞ്ഞാൽ ഭൂമിയെയും നശിപ്പിക്കുമെന്ന് നായികയ്ക്ക് മനസ്സിലാവുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന 2 ബുള്ളറ്റ് എടുക്കുന്നു. അതിനുശേഷം റാത്തലോസിനെ ആക്രമിക്കാനായിട്ട് തകർന്ന ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതേസമയം ഈ റാത്തലോസ് എന്താ ചെയ്തതെന്നറിയോ? ഉയർന്ന് പൊങ്ങി മുകളിൽ പോയിട്ട് ആർമിക്കാര് ഒരു വിമാനത്തിൽ വരുന്നുണ്ടായിരുന്നു. അതിന്റെ 2 ചിറകുകളും പിഴുതെടുത്ത് ആ വിമാനം വലിച്ചെറിയുന്നു. ചിറകില്ലാത്ത ആ വിമാനം നേരെ ഭൂമിയിലേക്ക് വന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുന്നു. അവിടെ നിന്ന് റാത്തലോസ് നേരെ ഭൂമിയിലേക്ക് വന്നിട്ട് വായിൽ നിന്ന് തീ പുറത്തേക്ക് തുപ്പും. മരണമാസ് സീനാണ് അത്. നായികക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്നിട്ട് നായിക എന്ത് ചെയ്യുന്നറിയോ? അവളുടെ കയ്യിൽ ആ ഗിയർ ഉണ്ടല്ലോ, അത് വെച്ച് അവന്റെ റാത്തലോസിന്റെ ശരീരത്തിലേക്ക് പിടിപ്പിച്ച് അവൾ പറന്ന് റാത്തലോസിന്റെ ഒരു ചിറക് കത്തി കൊണ്ട് അരിഞ്ഞു കളയും. അതോടെ നായികയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് റാത്തലോസ് വാ തുറന്ന് തീ തുപ്പാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റ് നായിക തന്റെ കൈ കരിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തീയിലേക്ക് കാണിച്ചിട്ട് ആ ഗിയറിൽ വെച്ചിട്ട് കയ്യിലുള്ള ആ ഗിയറിൽ വെച്ചിട്ട് റാത്തലോസിന്റെ വായിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. റാത്തലോസ് തീ തുപ്പാൻ പോകുന്ന അതേ പൊസിഷനിൽ തന്നെ ഈ ബുള്ളറ്റ് 2ഉം അവന്റെ വായിലേക്ക് പോകുന്നു, പൊട്ടിത്തെറിക്കുന്നു. റാത്തലോസിന്റെ ശരീരം മുഴുവൻ കത്താൻ തുടങ്ങി. ദേഹം മുഴുവൻ കത്തിയെരിഞ്ഞ് റാത്തലോസ് താഴേക്ക് പതിക്കുന്നു. അങ്ങനെ റാത്തലോസ് മരണപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ നായിക സമാധാനിക്കുന്നു. പക്ഷെ ഒന്നും തീർന്നിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. പെട്ടെന്ന് തന്നെ റാത്തലോസ് എഴുന്നേറ്റ് നായികയെ വീണ്ടും ആക്രമിക്കാൻ വരുന്നു. പക്ഷെ അതിന് തീതുപ്പാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും അത് നായികയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയിൽ ബോംബ് വെച്ച ഒരു അമ്പ് അതിന് നേരെ ആരോ എയ്തുവിടുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകൻ തുടരെ തീ കത്തിച്ചുകൊണ്ട് അമ്പുകൾ അതിന് നേരെ എയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വെട്ടി പൊട്ടി തീ കത്തി റാത്തലോസ് അവിടെ കത്തി അമരുന്നു. ആ പട നായിക ഹാപ്പിയായി. നായകനോട് നന്ദിയും പറയുന്നു. അപ്പോൾ ആ ഹണ്ടർ സംഘത്തിന്റെ തലവനും അങ്ങോട്ടേക്ക് വരുന്നു. നിനക്ക് സഹായം ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്, അതുകൊണ്ടാണ് ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ആ സംഘത്തലവൻ പറയുന്നു. അവർ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും ചുഴലിക്കാറ്റ് രൂപപ്പെടും. ആ സ്കൈ ടവറിന് മുകളിൽ നിന്നും മറ്റൊരു റാത്തലോസ് അവർക്ക് നേരെ വരുന്നു. ആ സ്കൈ ടവറാണ് ഇതിനെല്ലാം കാരണം. അത് നശിപ്പിക്കാതെ തങ്ങൾക്ക് ഇനി ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ പരസ്പരം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കൈ ടവർ നശിപ്പിക്കണം. പക്ഷെ അതിനു മുമ്പ് ഈ റാത്തലോസിനെ കൊല്ലേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അവർ 3 പേരും അവരുടെ ഓരോ സ്റ്റൈലിൽ അവരുടെ ഓരോ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റാത്തലോസിനെ ആക്രമിക്കാനായിട്ട് ചാടി പുറപ്പെടുന്നു. 3 പേരും വേറെ ലെവല് സാധനങ്ങൾ കാണിച്ചുകൊണ്ട് റാത്തലോസിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഹിന്റ് ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും കഥകൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ